ശ്രീ വി എസ് അച്യുതാനന്ദൻ ഒരു ഉറച്ച കമ്മ്യൂണിസ്റ്റ് എന്നുള്ള നിലയിലാണ് അദ്ദേഹത്തെ കേട്ടറിവുള്ളവരും അല്ലാത്തവരുമായിട്ടുള്ള ആളുകളൊക്കെ കാണുന്നത്. അഴിമതിക്കെതിരായിട്ടുള്ള വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട്, ആ നിലപാടായിരുന്നു ശ്രീ വി എസ് അച്യുതാനന്ദൻ്റേത്. അത് സ്വന്തം പാർട്ടിക്കകത്തുള്ള ആളുകൾക്കെതിരായിട്ട് പോലും വളരെ കർശനമായിട്ടുള്ള വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം അഴിമതിയുടെ കാര്യത്തിൽ അദ്ദേഹം സ്വീകരിച്ചിരുന്നു. പാരിസ്ഥിതിക പ്രശ്നങ്ങളിലും അദ്ദേഹം എടുത്ത നിലപാട് പരിസ്ഥിതി സംരക്ഷണത്തിന് അനുകൂലമായിട്ടുള്ള ഒരു സമീപനം, ആ സമീപനമാണ് അദ്ദേഹം സ്വീകരിച്ചിരുന്നത്. അങ്ങനെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ ഒരു ജനകീയനായിട്ടുള്ള നേതാവ്, പലപ്പോഴും ഈ അന്നത്തെ കാലത്ത് സാമൂഹ്യ മാധ്യമങ്ങളുടെ ഒന്നും പിന്തുണ അദ്ദേഹത്തിന് വലിയ തോതിൽ ലഭിച്ചിരുന്നില്ല. ഒരു PR വർക്കോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലാതെ ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെടുകയും ജനകീയ പ്രശ്നങ്ങളിൽ ജനങ്ങളോടൊപ്പം നിൽക്കുകയും ചെയ്തിട്ടുള്ള ഒരു നേതാവ് എന്നുള്ള നിലയിലാണ് VS അറിയപ്പെടുന്നത്. പാർട്ടി അദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ടിക്കറ്റ് നിഷേധിക്കുന്ന ഒരു ഘട്ടം ഉണ്ടായപ്പോൾ പാർട്ടിയുടെ സംഘടനാ സംവിധാനം അല്ലെങ്കിൽ പാർട്ടിയുടെ നേതൃത്വത്തിൻ്റെ തീരുമാനത്തെ തിരുത്തിക്കാൻ കഴിയുന്ന വിധത്തിൽ സാധാരണ കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള ആളുകൾ പരസ്യമായിട്ട് രംഗത്ത് വരികയും ഒരുപക്ഷെ CPMന് അവരുടെ പാർട്ടിയുടെ തീരുമാനം, നേതൃത്വത്തിൻ്റെ തീരുമാനം മാറ്റേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലെത്തുകയും ചെയ്തു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് പാർട്ടിക്കകത്തുള്ള സാധാരണക്കാരുമായിട്ടുള്ള ബന്ധം, ആ ബന്ധം എത്രമാത്രം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതിൽ നിന്ന് വ്യക്തമാകുന്നത്. അങ്ങനെ വിവിധ തലങ്ങളിൽ വ്യത്യസ്തമായിട്ടുള്ള ഒരു വ്യക്തിത്വത്തിൻ്റെ, വ്യത്യസ്തമായിട്ടുള്ള നിലപാടുകളുടെ ഉടമയായിരുന്ന ഒരാൾ എന്നുള്ള നിലയിലാണ് ശ്രീ VS അച്യുതാനന്ദൻ കേരളത്തിലെ ജനങ്ങളുടെ ഇടയിൽ അറിയുന്നത്. അദ്ദേഹത്തിൻ്റെ മരണം തീർച്ചയായിട്ടും കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നഷ്ടമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പ്രത്യേകിച്ച് ജനകീയ പ്രശ്നങ്ങൾ, ജനങ്ങളോടൊപ്പം നിൽക്കുന്ന, ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെടുന്ന, ജനങ്ങളോടൊപ്പം നിൽക്കുന്ന ഒരു നേതാവ് ഇല്ലാതാകുന്നു എന്നുള്ളതിൻ്റെ ആ നഷ്ടം വളരെ വലിയൊരു നഷ്ടമാണ്. അദ്ദേഹത്തിൻ്റെ പാർട്ടി പ്രവർത്തകർക്കും സഹപ്രവർത്തകർക്കും ജനങ്ങൾക്കും എല്ലാവരോടുമൊപ്പമുള്ള ഈ ദുഃഖത്തിൽ ഞാനും പങ്കുചേരുകയാണ്.